ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, ഈ പരിപാടിയിൽ ആമുഖ ഭാഷണം വളരെ ചുരുക്കി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 11:15 നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സമയമില്ലാതെ പോകും. ഒരു മണിയോടുകൂടി അവസാനിപ്പിക്കാനായിരിക്കുമല്ലോ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നുണ്ടാകുക. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉയർന്നു വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം അതിന് സഹായകമാകുമാറ് വളരെ ചുരുങ്ങിയ തോതിലുള്ള ഒരു ആമുഖ ഭാഷണം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ രാജ്യത്തെ സാഹചര്യത്തിൽ മതനിരപേക്ഷതയുടെ വിളനിലമായി കേരളം തുടരുന്നു എന്നുള്ളത്. നല്ല ശ്രമം കഴിഞ്ഞ കാലത്ത് നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരവസ്ഥ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. മാനവിക മൂല്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമൂഹം വാർത്തെടുക്കാൻ നവോത്ഥാന കാലം മുതൽക്ക് നടത്തിയ ശ്രമങ്ങൾ, അതിന് ഫലപ്രദമായ തുടർച്ച കേരളത്തിലുണ്ടായപ്പോൾ കേരളീയ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ, അതാണ് മാതൃകാപരമായൊരു സമൂഹം സൃഷ്ടിക്കുന്നതിന് ഇടയാക്കിയത്. അത്തരമൊരു സമൂഹ സൃഷ്ടിയിൽ നവോത്ഥാന നായകർ പങ്കുവഹിച്ചിട്ടുണ്ട്, പിൽക്കാലത്ത് പങ്കുവഹിച്ച പലരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവരാണ് നമ്മുടെ സാംസ്കാരിക രംഗം. കലാ സാഹിത്യ രംഗത്തുള്ള എല്ലാവരും വളരെ ക്രിയാത്മകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. നാടിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും സമൂഹത്തിൻ്റെ മാറ്റത്തിനും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കാകെ ഉത്തേജനം പകരുന്ന നിലപാടുകളാണ് പൊതുവെ കലാസാഹിത്യ രംഗത്ത് നിന്നുണ്ടായിരുന്നത്. ഇത് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ അതേ രീതിയിൽ തുടരുന്നുണ്ടോ? നമ്മുടെ കേരളത്തെ പറ്റി സാധാരണ നേരത്തെ പറയാറുള്ളത്, കേരളീയ സമൂഹത്തിലെ വലതുപക്ഷക്കാരന് പോലും ഇടതുപക്ഷ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം ഒരു ഇടതുപക്ഷ സമൂഹത്തിൻ്റെ പ്രത്യേകത വാർത്തെടുക്കാൻ കഴിഞ്ഞ ഒരു നാടാണ് കേരളം. പക്ഷെ അവിടുന്ന് വല്ലാത്ത തോതിൽ നമ്മളെ പുറകോട്ട് കൊണ്ടുപോകാനുള്ള ഒരുപാട് ശ്രമങ്ങളാണ് നടക്കുന്നത്. ആ ശ്രമത്തെ അതേ രീതിയിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് എന്ന് ഞാൻ പറയുന്നത് നിങ്ങളടക്കമുള്ള നമുക്ക് തന്നെയാണ്. നമ്മുടെ കലാസാഹിത്യ രംഗത്തുള്ള ആളുകൾക്കടക്കം നമ്മുടെ സമൂഹത്തിന് അതിൻ്റേതായ പ്രാധാന്യത്തോടെ ഈ കാര്യം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ?
തിരിച്ചറിഞ്ഞവർ തന്നെ ആ രീതിയിൽ ഇടപെടാൻ തയ്യാറാകുന്നുണ്ടോ? ഇപ്പോ കേരളീയ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ എല്ലാവരും അവരവരുടേതായ പങ്കുവഹിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത്തരമൊരു അവസ്ഥയിൽ നീങ്ങേണ്ട ഒരു ഘട്ടം സംജാതമാവുകയല്ലേ? നമ്മുടെ നാടിനെ പുറകോട്ട് കൊണ്ടുപോകാൻ വല്ലാത്ത ശ്രമങ്ങൾ നടക്കുകയാണല്ലോ. നേരത്തെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുമ്പോൾ അന്ധവിശ്വാസം, അനാചാരം, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനായ സജി ചെറിയാൻ പറഞ്ഞല്ലോ. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമൊക്കെ എതിരെ വലിയ തോതിൽ കേരളീയ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിൽ പഴയ സന്യാസി ശ്രേഷ്ഠന്മാർ വഹിച്ച പങ്കില്ലേ? അതിൽ ശ്രീനാരായണ ഗുരുവിന്റെ പങ്ക് പ്രത്യേകം കാണാൻ കഴിയില്ലേ? ഇന്ന് നമ്മുടെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം വൻതോതിൽ നടത്തുന്നത് വേണ്ട രീതിയിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ സമൂഹമെന്ന് പറയുന്നത് നിഷ്കളങ്കരാണ്, നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ജനവിഭാഗങ്ങളാണ്. ആ ജനവിഭാഗത്തിൻ്റെ അടുത്തേക്ക് പല പേരിൽ എത്തിപ്പെടാൻ ആളുകൾ ശ്രമിക്കുകയാണല്ലോ. അവരുടെ ഉദ്ദേശം ചിലപ്പോൾ നമുക്കൊരു സ്ഥലം കണ്ടാൽ എന്താണ്, അല്ലെങ്കിൽ നമുക്കൊരു ചില തീർത്ഥാടന കേന്ദ്രങ്ങൾ കണ്ടാൽ എന്താണ്, നല്ല ഉദ്ദേശത്തോടെയാണ് അവരെ സമീപിക്കുന്നത്. ആ നല്ല ഉദ്ദേശത്തോടെ തന്നെ അവരെ പലയിടത്തായി കൊണ്ടുപോവുകയാണ്. ആ യാത്രക്കിടയിൽ നൽകുന്ന ആശയമുണ്ട്, അതിൻ്റെ ആ ബന്ധപ്പെടലുകളിലൂടെ നടത്തുന്ന പ്രചരണങ്ങളുണ്ട്. അതടക്കം നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നവരും ഒക്കെയാണല്ലോ. മറ്റുള്ള ഇടപെടലുകൾക്ക് പുറമെ ഈ തരത്തിലുള്ള ഇടപെടലുകളടക്കം കേരളീയ സമൂഹത്തിൽ നടക്കുകയാണ്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നമ്മുടെ സമൂഹത്തിൻ്റെ പൊതു സ്വഭാവത്തെ മാറ്റിമറിക്കാനാകുമോ എന്ന ശ്രമം, അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അതിൽ കലാസാഹിത്യ രംഗം മാത്രമായിട്ട് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാടിന് അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ, അതിനെതിരെയുള്ള പൊതുവായ അഭിപ്രായം ഉയർത്തിക്കൊണ്ടുവരൽ, അതിനാവശ്യമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ കലാരംഗത്തിന് ഒരുപാട് സംഭാവനകൾ നേരത്തെ ചെയ്യാൻ കഴിഞ്ഞതാണ്. വലിയ തോതിലുള്ള ഇടപെടൽ സമൂഹത്തിൽ നല്ല നിലക്ക് നടത്താൻ കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കലാസൃഷ്ടികൾ കേരളത്തിൻ്റെ മാറ്റങ്ങൾക്ക് നിദാനമായി നിന്നവയാണ്. അത് ശരിയായ രീതിയിൽ തന്നെ വീണ്ടും നമുക്ക് പുനരാവിഷ്കരിക്കേണ്ടതില്ലേ ഇത്തരമൊരു ഘട്ടത്തിൽ? അതിന് എന്തൊക്കെ ചെയ്യണം? സാധാരണ ചട്ടക്കൂടിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥയെ ഫലപ്രദമായി പ്രതിരോധിക്കാനാവുക? പഴയ സമൂഹത്തിൻ്റെ സ്ഥിതി തിരിച്ചെടുത്ത് അവിടുന്ന് കൂടുതൽ പുരോഗതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാനാകും? ഇതാണ് ഗൗരവമായി നാം ചിന്തിക്കേണ്ട വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. നാടിനെ പുരോഗമനോന്മുഖമായി മാറ്റിയെടുക്കാൻ എക്കാലത്തും നിലകൊണ്ടവരാണ് കലാസാഹിത്യ രംഗം, സാംസ്കാരിക രംഗം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പ്രത്യേക ചുമതല ഉള്ളവരാണ് കലാസാഹിത്യ രംഗത്തുള്ളവർ
സാംസ്കാരിക രംഗത്തുള്ളവർ എന്നത് തിരിച്ചറിയാനാവണം. ഇന്ന് ഒട്ടേറെ ശ്രമങ്ങൾ നാം നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന പൊതുവായ അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ വലിയ തോതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പഴയ നില പുനഃസ്ഥാപിച്ചെടുക്കുന്നതിനു വേണ്ടി ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ചുള്ള മൂർത്തമായ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട് ശക്തികൾ എല്ലാ കാലത്തും സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. ഒന്ന് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തിയാണ്, മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശക്തിയാണ്. മറ്റൊന്ന് നിലവിലുള്ള സമൂഹത്തെ പിറകിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തിയാണ്. ഈ പിറകിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തി പലതരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്നത് നാം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അവരെ ശരിക്ക് തുറന്നു കാണിക്കാനാവണം. ഈ സമൂഹത്തിൽ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്നവരെ നാടിനും സമൂഹത്തിനും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ അവരെ അവതരിപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെ നാടിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. അക്കാര്യത്തിൽ നല്ല പങ്ക് നിങ്ങൾക്ക് വഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സാധാരണഗതിയിൽ കണക്കാക്കാവുന്നത്. ഇവിടെ എല്ലാ തരത്തിലും കൂടുതൽ നല്ല നിലയിലേക്ക് നമ്മുടെ നാട് വളരുകയാണ് വേണ്ടത്. കൂടുതൽ വെളിച്ചത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. നാം നവകേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ മറ്റ് വികസനങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചത് കൊണ്ട് മാത്രം നവകേരളം യാഥാർത്ഥ്യമായി മാറില്ല. നവകേരളം യാഥാർത്ഥ്യമായി മാറണമെങ്കിൽ ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നേരത്തെ നവോത്ഥാന കാലത്ത് ഉയർത്തിയിരുന്ന മുദ്രാവാക്യം. അതിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കാൻ നല്ല ഇടപെടലുകൾ വേണ്ടതായിട്ട് വരും. സമൂഹത്തിലെ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് സ്വാധീനം ഉണ്ടാകാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ ഇരുട്ടിൻ്റെ ശക്തികളെ തുറന്നു കാണിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല തരത്തിലുള്ള സാഹോദര്യം, അത് ഇന്ന് കേവലം ഒരു ശൈലിയിൽ ഉപയോഗിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണത്. ഇപ്പോൾ ആപൽഘട്ടത്തിൽ സഹായിക്കാൻ വന്ന ഒരു സഹോദരനെ സഹോദരനെന്ന് വിളിച്ചതിന് ഒരു സഹോദരിയുടെ നേരെ ഭയങ്കരമായ ആക്ഷേപം ചൊരിയുന്ന മാനസികാവസ്ഥയുള്ളവരുള്ള നാടാണ് നമ്മുടേത്. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഇരുട്ടിൻ്റെ ശക്തികൾ ഏതെല്ലാം വഴിക്ക് നീങ്ങുന്നുവെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത്തരം ശക്തികളെ ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാനും നമ്മുടെ നന്മ കൂടുതൽ വളർത്തിയെടുക്കാനുമുള്ള ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ മെനക്കെട്ടാൽ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ വാക്കിൽ തന്നെ നിൽക്കുകയാണ്. ഇത് വളരെ ചുരുങ്ങിയൊരു സംസാരം മാത്രമേ ആകുന്നുള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിലും എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ഇതിനാണ് നിങ്ങൾ ഊന്നൽ നൽകേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. നമ്മുടെ നാടിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ആവശ്യം, ആ കാര്യത്തിൽ നിങ്ങൾ ഊന്നി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്തുകൊണ്ട് അത് ഭാവി കേരളത്തിന് വലിയ മുതൽക്കൂട്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.